ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശാലിനി അങ്ങ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. അന്നേരം ആരോ വന്നു, ഞാൻ നോക്കാമെന്നും പറഞ്ഞ് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണു ആ ശാലിനി പാക്ക് ചെയ്ത ബാഗ് നോക്കി കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം ജോസിനോട്, ഡ്രൈവറോട് ഇറങ്ങി നോക്കെന്ന് സത്യഭാമ പറയുന്നുണ്ട്. അതേസമയം ജോസ് ഇറങ്ങി വെളിയിലോട്ട് നിൽക്കുമ്പോൾ ശാലിനി എത്തുന്നുണ്ട് പുറത്തേക്ക്. അന്നേരം ആരാ, അച്ഛനാണോ എന്നിങ്ങനെ ശാലിനി സന്തോഷത്തോടെ ചോദിക്കുകയാണ് വീട്ടിലെ വണ്ടി കണ്ടിട്ട്. അന്നേരം അല്ല, സത്യാമ്മയാണ് എന്നിങ്ങനെ ജോസ് പറയുമ്പോൾ ശാലിനിയുടെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിലും അങ്ങ് സന്തോഷം വരുന്നുണ്ട്. തുടർന്ന് കാറിൻ്റെ അടുത്തേക്ക് ശാലിനി ഓടി വന്ന് സത്യഭാമ ഇരിക്കുന്ന ബാക്ക് സീറ്റിൽ ഡോറ് തുറന്നിട്ട് വാ സത്യാമ്മ എന്നൊക്കെ സന്തോഷത്തോടെ വിളിക്കുകയാണ്. അന്നേരം സത്യഭാമ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സത്യഭാമ ഒന്ന് മടിച്ചു നിൽക്കുമ്പോൾ ഇറങ്ങി വരണം സത്യാമ്മ എന്നിങ്ങനെ സ്നേഹത്തോടെ ശാലിനി വിളിക്കുമ്പോൾ ഇറങ്ങുവാണെന്നും പറഞ്ഞ് സത്യഭാമ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ വാതിൽക്കലേക്ക് നോക്കുമ്പോൾ വിഷ്ണു നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ മുഖം ഗൗരവഭാവത്തിലാണ് നിൽക്കുന്നത്. സത്യഭാമയെ കാണുമ്പോൾ വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അത് ശാലിനിക്കും പിന്നെ സത്യഭാമയ്ക്കും ഒക്കെ മനസ്സിലാകുന്നുമുണ്ട്. തുടർന്ന് വാ വന്നേന്നും പറഞ്ഞ് ഭാമയെ വിളിക്കുകയാണ് ശാലിനി. തുടർന്ന് ശാലിനിയുടെ കൂടെ സത്യഭാമ അകത്തേക്ക് കയറുന്നുണ്ട്. വിഷ്ണു ആണെങ്കിലോ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ജനലിൻ്റെ കമ്പിയിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാമയ്ക്ക് മുഖം കൊടുക്കാതെയൊക്കെ നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറുന്ന ഭാമയാണെങ്കിൽ അവിടെയൊക്കെ കണ്ണുകൾ ഇങ്ങനെ പരതുകയാണ്. പാറുക്കുട്ടിയാണ് അന്വേഷിക്കുന്നത്. അത് വിഷ്ണുവിന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ഇരിക്കണം സത്യാമ്മയെന്ന് ഇങ്ങനെ 2-3 തവണ പറയുമ്പോൾ സത്യഭാമ ഇരിക്കുകയാണ്. അന്നേരം ഞാൻ ഇതുവഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ എന്ന് ഭാമ പറയുകയാണ്. അന്നേരം അത്രയും ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ, അത്രയും സന്തോഷം എന്നിങ്ങനെ വിഷ്ണു എങ്ങോട്ടൊക്കെയോ നോക്കി ഭാമയോടായിട്ട് തന്നെ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും അകത്തേക്കൊക്കെ നോക്കിയിട്ട് മോൾ എവിടെ, പാർക്കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി പറയാൻ വരികയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് അങ്ങ് ഇടക്കേറി പറയുന്നുണ്ട്, അവൾ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ഒരു പരിഭവവും പിണക്കവും ഒക്കെ ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ അങ്ങ് നോക്കി കണ്ണുരുട്ടുകയൊക്കെ ചെയ്യുകയാണ് ശാലിനി. ഈ വിഷ്ണു പറഞ്ഞ സമയത്ത് തന്നെ പാർക്കുട്ടി തൊട്ടിൽ കിടന്ന് കരയുന്നുണ്ട്. അന്നേരം സത്യഭാമ ആ ശബ്ദമൊക്കെ ശ്രദ്ധിച്ച് കണ്ണൊക്കെ അങ്ങ് വിടരുകയാണ് ആ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടതിൽ. അന്നേരം മോൾ ഉണർന്നു തോന്നുന്നു എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുക്കാനായിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവിന്റെ മുഖം ഭാമ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. പക്ഷേ വിഷ്ണു ഭയങ്കര ഗൗരവത്തിലാണ് നിൽക്കുന്നത്. കണ്ടാൽ മനഃപൂർവ്വം കാണിക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ. പക്ഷേ ഭാമ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട് വിഷ്ണുവിന്റെ മുഖം കണ്ടിട്ട്. എന്നിട്ട് വിഷ്ണുവിനോടായിട്ട് തന്നെ പറയുന്നുണ്ട്, പ്രീതി ഇപ്പോൾ കണ്ണുകളൊക്കെ ചലിപ്പിച്ചു തുടങ്ങി, ഒരുപാട് മാറ്റങ്ങളുണ്ട്, കൈവിരലൊക്കെ അനക്കം, എന്തോ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഭാമ നോക്കുമ്പോൾ വേറെന്തൊക്കെയോ എങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഭാമയൊന്ന് പറ്റിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു വിഷ്ണു അങ്ങനെയൊക്കെ ഗൗരവഭാവത്തിൽ നിൽക്കുന്നത്. ഈ സമയത്ത് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ മോളെ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് എടുക്കുകയും ഉമ്മ വയ്ക്കുകയും കൺമണി ഇങ്ങോട്ട് നോക്ക്, പാർക്കുട്ടി അമ്മമ്മയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷ പ്രകടനമാണ്. തുടർന്ന് ഇവൾക്ക് സുഖം തന്നെയല്ലേ എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അസുഖങ്ങളൊന്നുമില്ല എന്ന് വിഷ്ണു അതിനും എതിർത്ത പോലെ അങ്ങ് മറുപടി പറയുകയാണ്. തുടർന്ന് ഈ അമ്മയുടെയും മകൻ്റെയും പെരുമാറ്റവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് ശാലിനി പെട്ടെന്ന് അങ്ങ് പറയുന്നത് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരവും ഭാമ അങ്ങ് വിഷ്ണുവിനെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുകയാണ്, കുഞ്ഞ് കയ്യിലിരിക്കുന്നെങ്കിലും. തുടർന്ന് അകത്തേക്ക് കയറിയ ശേഷം വിഷ്ണു ഏട്ടാന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്. അന്നേരം എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഭാമയൊക്കെ നോക്കിയിട്ട് പതുക്കെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. വിഷ്ണു അങ്ങ് പോകുമ്പോൾ സത്യഭാമ അങ്ങ് കൂടുതൽ സന്തോഷവതിയാകുകയാണ്. കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിട്ടിയ സന്തോഷത്തിൽ അതിനെ വാരിപ്പുണരുകയും ഉമ്മ വയ്ക്കുകയും അതിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനി അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, സത്യാമ്മ എന്തിനാണ് വന്നതെന്ന് വിഷ്ണുവേട്ടനെ അറിയാമോ എന്ന്. അന്നേരം എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വിഷ്ണു കൈമലർത്തുകയാണ്. അന്നേരം എന്നെ കാണാനോ വിഷ്ണുവേട്ടനെ കാണാനോ അല്ല, പാറുകുട്ടിയെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന് ഓരോരോ ഒഴിവഴികൾ പറഞ്ഞ് ഇങ്ങ് വന്നേ ഉള്ളൂ. നമ്മൾ വിഷ്ണുവേട്ടൻ അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞിനെ ലാളിക്കാനായിട്ട് സത്യാമ്മയുടെ ഈഗോ അനുവദിക്കുന്നില്ല. പുറമേ കരിമ്പാറക്കെട്ട് പോലെ തോന്നിക്കുമെങ്കിലും അകത്ത് സ്നേഹത്തിൻ്റെ ഒരു കടൽ വെട്ടി തിളയ്ക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അപ്പം ഞാൻ അവിടെ നിന്നാൽ ഇപ്പോൾ എന്തോ പ്രശ്നമെന്ന് വിഷ്ണു തിരക്കുന്നുണ്ട്. അന്നേരം സ്വന്തം മകളുടെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കാനും ഉമ്മകൾ കൊണ്ട് അതിനെ സ്നേഹമാകുന്ന ഉമ്മകൾ കൊണ്ട് മൂടാനും ഒക്കെ നമ്മൾ ആരും അടുത്ത് നിന്നാൽ സത്യാമ്മയുടെ ഈഗോ അനുവദിക്കില്ല. അതുകൊണ്ടാണ് വിഷ്ണുവേട്ടനെ ഞാൻ ഇങ്ങ് വിളിച്ചത്. വിലങ്ങുതടിയായിട്ട് വിഷ്ണുവേട്ടൻ അവിടെ നിൽക്കണ്ട, ഞാൻ പോയി ചായ എടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം കൊടു എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു വീണ്ടും കളിയാക്കുകയാണ്.
തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അവിടെ റൂമിൽ കട്ടിലിൽ ഇരിക്കുകയാണ് കുറച്ചു നേരം. എന്നിട്ട് ആ ശാലിനി പാക്ക് ചെയ്ത് വെച്ച ബാഗ് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതേസമയം സത്യഭാമയാണെങ്കിൽ കുഞ്ഞിനെ വാരിപ്പുണരുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ വെളിയിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് ശാലിനി പുറകെ ചായയുമായിട്ട് വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ സത്യഭാമ കുഞ്ഞിനോടുള്ള സ്നേഹപ്രകടനമൊക്കെ സ്വിച്ചിട്ട പോലെ അങ്ങ് നിർത്തുകയാണ്. അന്നേരം ഭാമ നന്നായിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവരെ കാണുമ്പോൾ അത് വെറുതെ കണ്ണിലെന്തോ പോയി എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് കണ്ണൊക്കെ എങ്ങ് തുടയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കളിയാക്കി ഒരു ചിരി എങ്ങോട്ടോ നോക്കിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനി ചായ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വയ്ക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി കുഞ്ഞിനെ പിടിച്ചെന്നും പറഞ്ഞ് സത്യഭാമ കുഞ്ഞിനെ ശാലിനി അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. തുടർന്ന് ശാലിനി ഭാമയ്ക്ക് ചായ വീണ്ടും എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഭാമ കുടിക്കുകയാണ്. എന്നിട്ട് ചായ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് ശാലിനിയും വിഷ്ണു ഒക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഭാമ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. മഹേശ്വരൻ നമ്പൂരിയെ കണ്ട കാര്യം പറഞ്ഞല്ലോ, കുറേ ദോഷങ്ങളുണ്ടെന്നാണ് നമ്പൂരി പറഞ്ഞത്, നമ്മുടെ വീടിനാണ് ദോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവും ശാലിനിയൊക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പാറുവിൻ്റെ ചോറൂണ് നടത്തിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, നടത്തണം, അതിനുള്ള സമയമായി വരുന്നതല്ലേ ഉള്ളൂ, സമയവും ഇതൊക്കെ കുറിച്ചിട്ട് ഞാൻ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വരാം എന്നിങ്ങനെ പറയുമ്പോൾ അത് എന്നും പറഞ്ഞ് ഭാമയങ്ങ് സങ്കടം വരികയാണ്. ഭാമയുടെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്, കണ്ണീരൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തണമെന്നാണ് മഹേശ്വരൻ നമ്പൂരി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു ഇടറിയ ശബ്ദത്തോടു കൂടിയാണ് ഭാമ അങ്ങനെ പറയുന്നത്. അന്നേരം വിഷ്ണു ഇങ്ങനെ സത്യഭാമയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അതിന് വാടക വീട്ടിൽ താമസിക്കുന്ന എനിക്ക് എവിടെയാ അമ്മേ വീട്? ഈ കാണുന്ന വാടക വീട് ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട് എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാലിനിക്കും വിഷമാവുന്നുണ്ട്. വിഷ്ണു പക്ഷേ സത്യഭാമയുടെ മുഖത്ത് നോക്കി പറയുന്നെങ്കിലും വിഷ്ണുവിൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് അങ്ങനെ അമ്മയോട് പറയുന്നതിൽ. തുടർന്ന് ആ വിഷ്ണു പറഞ്ഞതിൽ മനസ്സ് വിഷമിക്കുന്ന ഭാമയാണെങ്കിൽ ബാക്കി ചായ അവിടെ വെച്ചിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുക, മുഹൂർത്തം നോക്കിയിട്ട് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം ശാലിനി വിളിക്കുന്നുണ്ട്, സത്യാമ്മ ഒന്ന് നിന്നെ, പിന്നെ പാറുക്കുട്ടിയുടെ ചോറൂണ് നടത്താം, അത് സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ശാലിനി താൻ എന്തോ ആടോ ഈ പറയുന്നതെന്നും പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ശാലിനിയെ വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈവച്ച് തള്ളുന്നത് പോലെ വെച്ചിട്ട് ഇങ്ങനെ വേണ്ടാന്നുള്ള രീതിക്കാണ്. സത്യാമ്മ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ, സമയം അറിയിച്ചാൽ മതി, വിഷ്ണു ഏട്ടനും വരും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പക്ഷെ മറുത്തൊരക്ഷരം പറയുന്നില്ല. പക്ഷേ സത്യഭാമ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി അങ്ങനെ പറയുമ്പോൾ വിഷ്ണു അനുസരിക്കുന്നതിലൊക്കെ പക്ഷേ ഭാമയ്ക്ക് അങ്ങ് സന്തോഷമാണ്. അന്നേരം ശരി ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെയും നോക്കി പാറുക്കുട്ടി ഒന്ന് തലോടുകയൊക്കെ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി സത്യഭാമ മടങ്ങി പോകുന്നുണ്ട്. തുടർന്ന് വണ്ടി അങ്ങ് പോയ ശേഷം വിഷ്ണു ആണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്, താൻ എന്തുവാടോ ഈ പറഞ്ഞത്, നമ്മളെ പാറുക്കുട്ടിയുടെ ചോറൂണ് അവിടെ വെച്ച് നടത്താമെന്നോ, എത്ര തവണ അപമാനിച്ച് വിട്ടതാ നമ്മളെ അവിടെ നിന്നും, താനിതൊക്കെ അങ്ങ് മറന്നുപോയോ ചോദിക്കുമ്പോൾ അവിടെ സത്യാമ്മ മാത്രമല്ല ഉള്ളത്, അച്ഛനുണ്ട്, അർജുനേട്ടനുണ്ട്, നമ്മുടെ പ്രീതിയുണ്ട്, എന്തിന് പിള്ളച്ചേട്ടനും പൊന്നിയും ഒക്കെ ഉണ്ട്, എല്ലാവരും നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ നമ്മളങ്ങ് തിരികെ കയറി ചെല്ലുമ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിയത് പോലെ ആയില്ലേ, ജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ മാനക്കേടായില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു അങ്ങനെ മാനക്കേടായെന്ന്, വിട്ടുകൊടുക്കുന്നതിനും ഒരു സന്തോഷമുണ്ടെന്ന് വിഷ്ണുവേട്ടൻ എപ്പോഴും പറയാറില്ലേ, അപ്പോൾ ആ സന്തോഷം ഞാൻ എന്തായാലും സത്യാമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ആ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നമ്മൾ പരാജയപ്പെടുകയല്ല ജയിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് സത്യഭാമ അവരെ തിരികെ വന്ന് വിളിച്ചല്ലോ എന്നിട്ടല്ലേ അവർ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനൊരു ചെറിയ മനസ്താപം തോന്നുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യഭാമ കുടിച്ചു വെച്ച ചായ ഗ്ലാസും തിരികെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് വിഷ്ണു ഒന്നും പറയുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് രാത്രി രോഹിത്തിൻ്റെ വീടാണ്. അവിടെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോയി രോഹിത്ത് തിരികെ എത്തുമ്പോൾ അമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്, എല്ലാവരെയും കണ്ടോ എന്നൊക്കെ. അന്നേരം കണ്ടു, എല്ലാവർക്കും വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് രോഹിത്തും പത്മാവതിയമ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. അതൊക്കെ ഈ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന സുസ്മിതയാണെങ്കിൽ ജനലിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വേറെ എന്താ വിശേഷം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ വീട്ടിലെ കാര്യസ്ഥൻ രമണൻ പിള്ളയെ കണ്ടു, അവിടെ ഒരു വിശേഷമുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത അങ്ങ് ചെവി കൂർപ്പിച്ച് ശ്രദ്ധിക്കുകയാണ്. അന്നേരം പ്രീതിയുടെ കുഞ്ഞിൻ്റെ ചോറൂടാണ്, അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ വെച്ചോ എന്നിങ്ങനെ പത്മാവതിയമ്മ ചോദിക്കുന്നുണ്ട്. അതിന് കുഞ്ഞ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കയ്യിലല്ലേ, അവർ തങ്ങളുടെ പിണക്കമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പടുമാരണം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പഴയ വിദ്വേഷമൊന്നും സത്യാമ്മയ്ക്കില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പിണങ്ങിയിരിക്കുന്നത് പോലെയാണ് അവരുടെ കാര്യം, ആര് ആദ്യം മിണ്ടും എന്നൊരു ചെറിയ തർക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ദോഷമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ്, അവിടെ എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ ആ ചോറൂണ് ഒന്ന് പൊളിക്കണമല്ലോ എന്നൊക്കെ സുസ്മിത മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. തുടർന്ന് പത്മാവതി
പത്മാവതി അമ്മയോട് രോഹിത് പറയുന്നുണ്ട് പ്രീതിയുടെ കാര്യമൊക്കെ ആലോചിച്ച്, ആ പഞ്ചകൈലാസത്തിൽ പോയത് മുതൽ തുടങ്ങിയതാണ്, എല്ലാത്തിൻ്റെയും തുടക്കം ഈ അകത്ത് കിടക്കുന്ന ശവമല്ലേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയൊക്കെ കുറ്റം പറയുകയാണ്. അന്നേരം നീ പോയതിനു ശേഷം ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു, പട്ടിണി കിടന്ന് ചാവും എന്നൊക്കെയാണ് അവൾ പറയുന്നതെന്ന് പത്മാവതി അമ്മ പറയുന്നുണ്ട്. എങ്കിൽ അത്രയും സന്തോഷം എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ചില കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങളും പ്രീതിയുടെ അവസ്ഥയും ഒക്കെ ആലോചിച്ചാൽ ഇവളെ ഒറ്റ ചവിട്ടിന് കൊല്ലാനാണ് തോന്നുന്നത്. ഇനി പട്ടിണി കിടന്ന് ചാവാണെങ്കിൽ പാഷാണത്തിൽ വിഷം കൊടുത്തങ്ങ് കൊല്ലാം എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് ചുവലിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. സ്വന്തം കുഞ്ഞിൻ്റെ ചോറൂണ് കാണാൻ പോലും ആ കുട്ടിക്ക് വിധിയില്ല, ജീവൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് അവർ ആ പ്രീതിയുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് നല്ല ക്ഷീണം, അമ്മ ഇത്തിരി ചൂടുവെള്ളം എടുക്കുക എന്ന് പറയുമ്പോൾ അവൾക്കുള്ള അത്താഴം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മോനുള്ള ചൂടുവെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് പത്മാവതി അമ്മ അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. കൊടുക്ക് ചിക്കനും മട്ടനും ഒന്നും കൊടുക്കണ്ട, വേറെ എന്തേലും കൊടുക്ക്, ഇനി അതും കൂടി തിന്നിട്ട് എല്ലിനിടയിൽ നിന്ന് കുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഈ രോഹിത് സുസ്മിതയുടെ ജനലിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ രോഹിത് എന്നിങ്ങനെ ഒരു ദയനീയ സ്വരത്തിൽ സുസ്മിത വിളിക്കുകയാണ്. പക്ഷേ രോഹിത് ആണെങ്കിൽ രൂക്ഷമായിട്ടൊരു നോട്ടം ഇങ്ങനെ നോക്കുമ്പോൾ സുസ്മിത ഒന്നും മിണ്ടുന്നില്ല, രോഹിത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ ഉറക്കം എണീച്ചില്ല. ശ്യാമ ഓടി വന്ന് അമ്മ ഇങ്ങോട്ട് എണീക്കുന്നും പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം എന്താടിയെന്നും പറഞ്ഞ് ശല്യം സഹിക്കുക വയ്യാതെ ശാരദാമ്മ എഴുന്നേൽക്കുകയാണ്. ഇന്നലത്തെ തല്ലും പിടിയൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്താണ് ഒത്തിരി ഉറങ്ങിയത്, 2 മിനിറ്റ് കൂടി ഉറങ്ങാൻ അവൾ സമ്മതിക്കില്ല, നീ ഒന്ന് പോയെന്നും പറഞ്ഞ് ശാരദാമ്മ വീണ്ടും കിടക്കുകയാണ്. അന്നേരം ഞാൻ ഒരു കാര്യവുമില്ലാതെ അമ്മയെ വിളിക്കില്ലല്ലോ, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ബലമായിട്ട് അമ്മ വന്ന് കണ്ടു നോക്ക്, കാണേണ്ടത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ബലമായിട്ട് ശാരദാമ്മയെ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വരികയാണ് ശ്യാമ. തുടർന്ന് അമ്മ അങ്ങോട്ട് നോക്കിക്കെന്നും പറഞ്ഞ് മുറ്റത്ത് ഒരു കാഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയ ഹോട്ടൽ, ഒരു ഓലയൊക്കെ വെച്ച് കെട്ടിയ പുതിയൊരു ഹോട്ടൽ, പിന്നെ മുറ്റത്തേക്ക് തന്നെ കസേരയൊക്കെ ഇട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം ഒക്കെ ചെയ്യുകയാണ്. ഹോട്ടലിന് പേരുമുണ്ട്, ഹൃദയശ്രീ ഹോട്ടൽ. ഇതെല്ലാം കൂടി കാണുമ്പോൾ ശാരദാമ്മയ്ക്കെങ്കിലും അറ്റാക്ക് വരുന്ന പോലെ വെപ്രാളമൊക്കെ വരികയാണ്, വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ശ്യാമയുടെ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്, ശ്യാമയും ബലമായിട്ട് ശാരദാമ്മയങ്ങ് പിടിക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ഹോട്ടലിൻ്റെ പുറം ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫ്രണ്ട് ബോർഡും കാണിക്കുന്നുണ്ട്. കുടുംബശ്രീ അല്ലാന്ന് തോന്നുന്നു, ഇപ്പുറത്തോട്ടായിട്ട് വേറൊരു സ്ഥലത്തോട്ടായിട്ടാണ് ഈ ഹോട്ടൽ, പുതിയൊരു ഹോട്ടൽ, എല്ലാവരും സെറ്റപ്പോടും കൂടി ശാരികയാണ് ഈ ഹൃദയശ്രീ ഹോട്ടൽ എന്ന് പറയുന്ന സംരംഭം അവിടെ തുടങ്ങുന്നത്. അന്നേരം ശാരദാമ്മ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഇനിയിപ്പോൾ നാളെ അല്ല മറ്റന്നാൾ ഞായറാഴ്ച മഹാ എപ്പിസോഡാണ്. അതിലൊരു സംഭവപൂലമായ കഥയും പ്രീതി എഴുന്നേൽക്കുന്നതും ഒക്കെയാണ് അതിലേത് സംഭവം. ഓക്കെ, താങ്ക് യു.